നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ സ്വന്തം അധ്വാനം കൊണ്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ വിജയിച്ച ഒരാളാണ് അഖിൽ മാരാർ. അദ്ദേഹം ഒരു ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനായിരുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. ആദ്യം യൂത്ത് കോൺഗ്രസിലും പിന്നീട് യുവമോർച്ചയിലും പ്രവർത്തിച്ചു. രണ്ടിടത്തും തിക്താനുഭവങ്ങളും തിരിച്ചടികളും കിട്ടിയപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് സിനിമാ രംഗത്തേക്ക് ഇറങ്ങുന്നു. ചെറുപ്പത്തിലെ സിനിമയോടുള്ള മോഹം അഖിൽ മാരാറെ വലയ്ക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു സഹസംവിധായകനും പിന്നീട് സംവിധായകനുമാകുന്നു. ഈ സമയത്ത് സോഷ്യൽ മീഡിയ വളരെ സജീവമാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റുകൾ ഇടുന്നു. ഈ പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ചാനൽ ചർച്ചകളിൽ എത്തുന്നു. ചാനൽ ചർച്ചകളിൽ അദ്ദേഹം തൻ്റേതായ അഭിപ്രായം പറയാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തിന് പതിയെ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നു. അങ്ങനെ ബിഗ് ബോസ് എന്ന പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. ബിഗ് ബോസ് ഒരു ഗെയിമാണ്. ആ ഗെയിം ഭംഗിയായി നടത്തി അഖിൽ മാരാർ ചാമ്പ്യനാവുന്നു. ഇതോടുകൂടി അഖിൽ മാരാരുടെ ജാതകം മാറിമറിയുന്നു. ആഡംബര കാറുകൾ വാങ്ങി സഞ്ചരിക്കുക മാത്രമല്ല, സർവാഭരണ ഭൂഷിതനായി നടക്കാനും തുടങ്ങി അഖിൽ മാരാർ. ഒപ്പം പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം താല്പര്യം കാട്ടി. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വാർത്തകളോ മറ്റു സംഭവങ്ങളോ അറിയാത്ത, എന്നാൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആയിരക്കണക്കിന് ആരാധകരുള്ള ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായി മാറുന്നു അഖിൽ മാരാർ. ഈ ഘട്ടത്തിലൊക്കെ അഖിൽ മാരാർ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിർഭയമായി പറയുമായിരുന്നു. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയതിനു ശേഷം അഖിൽ മാരാർ അടുപ്പം കാണിച്ചത് കോൺഗ്രസ് പാർട്ടിയോടാണ്. കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് നിന്ന് എന്നാൽ കോൺഗ്രസ്സുകാരനാവാതെ അഖിൽ മാരാർ തൻ്റെ സോഷ്യൽ മീഡിയ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയും ഒക്കെ അഖിൽ മാരാരുടെ സുഹൃത്തുക്കളായി. ഇതൊക്കെ ആവുമ്പോഴും അഖിൽ മാരാർ തൻ്റെ നിലപാടിൽ സത്യസന്ധത പാലിച്ചിരുന്നു. കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുമ്പോഴും അഖിൽ മാരാർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ കടുത്ത നിലപാടെടുത്തിരുന്നു. പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് കണ്ണടയ്ക്കേണ്ട ബാധ്യതയുണ്ട്. അഖിൽ അതിന് തുനിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രിയപ്പെട്ടവനായി തുടരുമ്പോഴും അഖിൽ മാരാർ സംഘിയാണ് എന്ന് ആക്ഷേപിച്ചിരുന്നവർ ഏറെയായിരുന്നു. മുസ്ലിം പ്രൊഫൈലുകളിൽ ഉള്ളവർക്കൊന്നും പണ്ടേ അഖിൽ മാരാരെ കണ്ടുകൂടാ. അതേസമയം അഖിൽ പിണറായിക്കെതിരെ നടത്തുന്ന യുദ്ധം, വിട്ടുവീഴ്ചയില്ലാത്ത വിമർശനം, അത് പൊതുവെ സ്വീകാര്യമായി മാറി. ഇതിൻ്റെയൊക്കെ തുടർച്ചയായി അഖിൽ മാരാർ ഇക്കുറി കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും എന്ന വാർത്തകൾ പരന്നു. അഖിൽ മാരാരുടെ വീട് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയിൽ അഖിൽ മാരാരായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ആയിഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നതും കൊട്ടാരക്കര സീറ്റ് ഉറപ്പിക്കുന്നതും. ഈ പശ്ചാത്തലത്തിൽ അഖിൽ മാരാർ കോൺഗ്രസ് നേതാക്കളെ വിവരമറിയിച്ച് കോൺഗ്രസുമായുള്ള സഹകരണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ BJPയിലേക്ക് പോവാതെ NDA മുന്നണിയുടെ ഭാഗമായ 2020യിൽ ചേർന്ന് അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ ഇക്കുറി മത്സരിക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ അഖിൽ മാരാർ 2020യുടെ ഭാഗമായി NDA മുന്നണിയിൽ കയറിയതോടെ അതിശക്തമായ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അഖിൽ മാരാർ സംഘിയാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന മുസ്ലിം പ്രൊഫൈലുകൾ ഞങ്ങൾ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യമായില്ലേ, ഇവനെ കൊണ്ടു നടന്ന പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഒക്കെ അനുഭവിക്കേ എന്ന തരത്തിൽ പ്രചരണം നടത്തുന്നു. മാത്രമല്ല അഖിലിനെതിരെ നിരന്തരം സൈബർ ആക്രമണങ്ങൾ പെരുകിയിരിക്കുകയാണ്. അഖിൽ എന്ത് പോസ്റ്റ് ഇട്ടാലും അഖിലിനെതിരെ വാർത്തകളും പ്രചരണങ്ങളും ശക്തമായി. ഇതിനൊക്കെ മറുപടിയുമായി അഖിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും അഖിൽ പെട്ടെന്ന് ചാടി രാഷ്ട്രീയ നിലപാട് മാറ്റി എന്ന തരത്തിലുള്ള പ്രചരണം വാസ്തവമല്ല എന്ന് തെളിയിക്കാൻ വിശദമായൊരു പോസ്റ്റ് ഒടുവിലിട്ടിട്ടുണ്ട്. വളരെ വിചിത്രമായ സംഗതി, ഇന്നലെ വരെ കോൺഗ്രസ് പാർട്ടിയെയും അതിലെ നേതാക്കളെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന ആൾ, വർഗീയതയുടെ അതിർവരമ്പുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളായ സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനായപ്പോൾ വലിയ സ്വീകാര്യതയാണ്. പറഞ്ഞതെല്ലാം തിരുത്തിയിട്ടും ആർക്കും ഒരു പ്രതിഷേധവുമില്ല. അതുപോലെ തന്നെ റെജി ലൂക്കോസ് നിലപാട് തിരുത്തിയിട്ടും ആർക്കും ഒരു പ്രതിഷേധവുമില്ല. എന്നാൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയ സഹകരണം മാറ്റി എന്നതിൻ്റെ പേരിൽ അഖിൽ മാരാർ ആക്രമിക്കപ്പെടുകയാണ്. അഖിൽ അവരോട് ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാണ് സംഘിയായത്? ഞാൻ നേരത്തെ എന്തായിരുന്നു? എൻ്റെ നിലപാടിൽ എന്തു മാറ്റമാണ് വന്നിട്ടുള്ളത്? അഖിലിൻ്റെ പോസ്റ്റ് എങ്ങനെയാണ്? യൂട്യൂബിലും ഫേസ്ബുക്കിലും പലർക്കും ഞാനൊരു വരുമാന മാർഗമാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ നിങ്ങളിൽ പലരും എന്നെക്കുറിച്ചോ
എൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെക്കുറിച്ചോ യാതൊരു ബോധവുമില്ലാത്തവരായി പോയതുകൊണ്ട് നിങ്ങളോട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ ഏതു പാർട്ടിയാണ് വിട്ടത്? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, എന്തായിരുന്നു എൻ്റെ രാഷ്ട്രീയ നിലപാട്? എന്താണ് 2020 ചേർന്ന് ഞാൻ മാറ്റി പറഞ്ഞത്? ഈ വിഷയത്തിൽ യാതൊരു ബോധ്യവും ഇല്ലാത്തവരോട് പണം നൽകി സെലിബ്രിറ്റി എന്ന നിലയിൽ പാർട്ടി വേദികളിൽ എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ? പറഞ്ഞ തുക വാങ്ങി ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്താൽ ഞാൻ കോൺഗ്രസ്സുകാരനായി മാറുമോ? കഴിഞ്ഞ 5 വർഷം, അതായത് മുഖ്യധാരയിൽ വന്ന ശേഷം ഒരു തവണയെങ്കിലും രാഹുൽ ഗാന്ധി അനുകൂലിച്ച് ഒരു വരി ഞാൻ എഴുതി കണ്ടിട്ടുണ്ടോ? സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കും എന്ന് പറഞ്ഞ ഞാൻ കോൺഗ്രസ് ആണോ? സവർക്കറെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ ഞാൻ കോൺഗ്രസ് ആണോ? ഗാന്ധിയോട് ഒരു കാലത്തും ആരാധന തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ ഞാൻ കോൺഗ്രസ് ആണോ? പൗരത്വ ഭേദഗതി, നോട്ട് നിരോധനം ഇവ അനുകൂലിച്ച ഞാൻ കോൺഗ്രസ്സുകാരനാണോ? ഈ ചോദ്യങ്ങളാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങൾ. ഈ വിഷയങ്ങളിലൊക്കെ അഖിൽ മാരാരുടെ നിലപാട് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അപ്പോൾ പിന്നെ കോൺഗ്രസ് വിട്ടു എന്ന് പറയുന്നതിൽ എന്തർത്ഥമെന്നാണ് മാരാർ ചോദിക്കുന്നത്. ഇനി മതേതര മൂല്യവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പിണറായി വിരുദ്ധതയും ഒക്കെ ഉള്ളതുകൊണ്ടും കോൺഗ്രസ് നേതാക്കളുടെ ഒപ്പം വേദി പങ്കിട്ടതുകൊണ്ടും മാത്രം ഞാൻ കോൺഗ്രസ്സുകാരനാകുമോ? 2020 എന്ന മതേതര പാർട്ടിയിലാണ് ഞാൻ ചേർന്നത്. ചേർന്ന ഉടനെ മറ്റുള്ള രാഷ്ട്രീയക്കാർ ആക്ഷേപിക്കും പോലെ കോൺഗ്രസിനെയോ നേതാക്കളെയോ ഞാൻ ഒരു അക്ഷരം മോശമായി പറഞ്ഞിട്ടില്ല. എനിക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ സൗകര്യമായ ഒരു രാഷ്ട്രീയ ആശയം ഞാൻ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. ഇതിൽ എന്തു നിലപാടാണ് ഞാൻ മാറ്റിയത്? മാധ്യമങ്ങളിൽ നിന്ന് പിണറായിയെ കുറ്റം പറയും, നാളെ പൊക്കി പറയും. കോൺഗ്രസിൽ ചിലപ്പോൾ അനുകൂലിക്കും, ചിലപ്പോൾ ആക്ഷേപിക്കും. BJP ആക്രമിക്കും, ചില വിഷയങ്ങളിൽ പൊക്കി പറയും. അവർക്ക് നിലപാടില്ലാത്തത് കൊണ്ടാണോ? അതോ അവരെല്ലാം നിങ്ങളുടെ ഭാഷയിൽ പല തന്തയ്ക്ക് പിറന്നവർ ആയതുകൊണ്ടാണോ? കാരണം മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷരാണ്. അവർക്ക് ഒരു വിഷയത്തിലെ ശരി മറ്റൊരു വിഷയത്തിലെ തെറ്റാകും. അതല്ലെങ്കിൽ സത്യം ചിലപ്പോൾ CPM-നൊപ്പമാവും, ചിലപ്പോൾ കോൺഗ്രസിനൊപ്പം, ചിലപ്പോൾ BJP-ക്കൊപ്പം. അതനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി അവർ ശബ്ദിക്കും. ഞാനും എനിക്ക് കഴിയുന്ന രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു, സർക്കാരിനെ ആക്രമിച്ചു. ചില വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും വിമർശിച്ചു. എന്തിന് പ്രതിപക്ഷ നേതാവിനെ പോലും വിമർശിച്ചു. രസകരമായ സത്യം സാബു ജേക്കബിനെയും വിമർശിച്ചിട്ടുണ്ട് എന്നതാണ്. ഒരു പാർട്ടിയിലും അംഗമല്ലാതിരുന്ന എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. പ്രതിപക്ഷസ്വരമായി സംസാരിച്ചത് വിഷയങ്ങളുടെ ശരികൾ നോക്കിയാണ്. അത് കോൺഗ്രസിന് ഗുണം ചെയ്തപ്പോൾ അവർ അത് പ്രചരിപ്പിച്ചു. അവർ എന്നെ ഉപയോഗിച്ചു. നേതാക്കന്മാരുടെ PR ടീമുകൾ എന്നെ ഉപയോഗിച്ചു. എനിക്ക് കോൺഗ്രസിൽ സീറ്റ് ഉണ്ടാകുമെന്ന പ്രതീതി സൃഷ്ടിച്ചെടുത്തതും അവരാണ്. നേതാക്കൾ ഞാൻ പാർട്ടിയിൽ സജീവമാകണം എന്ന് പറഞ്ഞു. രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസിനായാൽ ഭാവിയിൽ ഞാൻ BJP-യിൽ എത്തേണ്ടി വരും. കാരണം എനിക്ക് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെ താല്പര്യമില്ല. അവരുടെ വിവരക്കേടുകൾ എനിക്ക് എതിർക്കേണ്ടി വരും. ആ ചിന്തയാണ് എനിക്ക് നാടിനു വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, എൻ്റെ കാഴ്ചപ്പാടുകൾ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന, എന്നാൽ മതേതര ബോധം എക്കാലത്തും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന നാളെയുടെ രാഷ്ട്രീയമായ 2020 തിരഞ്ഞെടുത്തത്. ഇനി അഖിൽ മാരാർ എന്ന വ്യക്തിയുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല. 3 ദിവസം മുൻപ് ഒരു പാർട്ടിയിൽ അംഗമായി, NDA മുന്നണിയുടെ ഭാഗമായി. ഇനി മുതൽ പാർട്ടിയുടെയും മുന്നണിയുടെയും ആശയം പറയും. രാജ്യം പരമാധികാരത്തോടെ 12 വർഷം മോദി ഭരിച്ചിട്ടും ഒരു മുസൽമാന് പോലും രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടി വന്നിട്ടില്ല എങ്കിൽ 2020 ചേർന്ന ഞാൻ എന്തു ഭീഷണിയാണ്? തീവ്രവാദികളെ തുടച്ചു നീക്കും. ആട്ടിൻ തോലണിഞ്ഞ എത്രയൊക്കെ മതേതരത്വം പറഞ്ഞ് കോൺഗ്രസിന്റെ കൂടെ കൂടിയാലും രാജ്യത്തെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരുത്തനെയും വെറുതെ വിടില്ല. കൂട്ടമായി ആക്രമിച്ച് ഭയപ്പെടുത്തി കാര്യം സാധിച്ചെടുക്കുന്ന പാകിസ്ഥാൻ തന്ത്രം കേരളത്തിൽ അധികം നാൾ വാഴില്ല. NB മുന്നോട്ട് നയിക്കാൻ മഹാഗണപതി കൂടെയുള്ളവനോട് തടസ്സങ്ങളുടെ പേര് പറഞ്ഞ് വിരട്ടാൻ നിൽക്കണ്ട. തീരുമാനമെടുക്കുന്നത് ഞാനല്ല, ഞാൻ വെറും ഉപകരണം മാത്രം. തനിക്ക് തന്നെ നിയന്ത്രണമില്ലാത്ത കാരണങ്ങളാൽ ദൈവം എടുപ്പിക്കുന്ന തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ കുറിപ്പ് കൂടി അതുകൂടി വായിക്കുക. മാനിഫെസ്റ്റേഷൻ ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കുന്ന അഖിൽ മാരാരിൻ്റെ ചാണക്യതന്ത്രങ്ങൾ എന്നൊരു പയ്യൻ്റെ വീഡിയോ ഞാൻ കണ്ടു. അതുപോലെ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കും, അതുകൊണ്ട് ശ്രീകൃഷ്ണൻ പ്ലാൻ എനിക്കുണ്ട് എന്ന് മറ്റൊരു വീഡിയോ കണ്ടു. ജീവിതം മുൻകൂട്ടി കാണുന്ന ഒരാളാണ് ഞാൻ. നടക്കാൻ പോകുന്ന പലതും എനിക്ക് മുൻകൂട്ടി കാട്ടിത്തരാറുണ്ട്. ചില നഷ്ടങ്ങൾ ഭാവിയുടെ ലാഭമാണ്. സിനിമയുടെ പരാജയമാണ് ബിഗ് ബോസിൽ പോകാൻ കാരണമായത്. സിനിമ എടുത്തതുകൊണ്ട് ചാനൽ ചർച്ചകൾ ക്ഷണിച്ചത്. അത്തരമൊരു ചർച്ചയാണ് ബിഗ് ബോസിലേക്ക് നയിച്ചത്. ബിഗ് ബോസിനുള്ളിൽ ഇരുന്ന് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അകത്ത് പറയുന്നത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. ഒമർ ലുലു പോയപ്പോൾ വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞത്, ഗാർഡൻ ഏരിയയിൽ ഇരിക്കുമ്പോൾ ലിവിംഗ് റൂമിൽ മറ്റുള്ളവർ എന്താണ് പറയുന്നത്, ഞാൻ ജയിക്കും എന്ന് ഹോസിനുള്ള ഉറപ്പിച്ച് പറഞ്ഞത്. ബിഗ് ബോസിൽ പോകരുത് എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ബിഗ് ബോസിൽ പോകണമെന്ന് ഈശ്വര നിശ്ചയമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു, വേണ്ട എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് നീ പോവണം എന്ന് പറഞ്ഞു എന്നെ ഒരാൾ എത്തിച്ചെങ്കിൽ
അത് ഹൗസ് കണ്ടിട്ട് വെറുതെ പോകാൻ അല്ല, നീ ജയിക്കണം. അതായിരുന്നു എൻ്റെ ആത്മവിശ്വാസവും. കോൺഗ്രസിൽ ചേരാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഈശ്വര നിശ്ചയം മറ്റൊന്നായിരുന്നു. നിന്റെ കർമ്മം മണ്ഡലം അതല്ല, നീ എവിടെ പോകണം എന്ന് ഞാൻ പറയും. 14 വർഷമായി ഒറ്റയ്ക്ക് നിന്ന 2020 ഞാൻ NDAയിൽ എത്തിച്ചിട്ടുണ്ട്. നിനക്കതിൽ ചേരാം. അവിടെ നീ സുരക്ഷിതനാണ്. ബാക്കി ഞാൻ പറയും. എന്നെ നയിക്കുന്ന ശക്തിയുടെ തീരുമാനങ്ങൾ ഭംഗിയെ നടപ്പിലാക്കുക. 13 വർഷം മുൻപ് ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ആദ്യപടിയിലേക്ക് കടക്കുന്നു. ഒപ്പം കൂടാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി ചേരാം. സത്യത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം.